തൃശൂർ മണ്ണുത്തിയിലാണ് ഗൃഹനാഥനെ മർദ്ദിച്ച് ബന്ദിയാക്കി 47 പവൻ കവർന്ന കേസിൽ മുഖ്യ സൂത്രധാരൻ പിടിയിലാവുന്നത്. രാജസ്ഥാൻ സ്വദേശി സൂരജ് പവാറാണ് ഇപ്പോൾ അറസ്റ്റിലായിട്ടുള്ളത്. രാജസ്ഥാനിലെ തിരുട്ട് ഗ്രാമത്തിൽ ഒളിവിൽ കഴിഞ്ഞ പ്രതിയെ സാഹസികമായിട്ടാണ് പിടികൂടിയത്. മോഷ്ടിച്ച ആഭരണങ്ങളിൽ 26 പവൻ കണ്ടെടുത്തിട്ടുണ്ട്. കേസിലെ 1ഉം 2ഉം പ്രതികൾ കഴിഞ്ഞ ദിവസം പിടിയിലായിരുന്നു. ഏകദേശം 50യുടെ മേളിൽ നമ്മൾ CCTV പരിശോധിച്ചിട്ട് ഇന്റർ സ്റ്റേറ്റ് വർക്ക് ചെയ്യുന്ന 4 ഗ്യാങ് വെരിഫൈ ചെയ്തു. നമ്മൾ രാജസ്ഥാനും മഹാരാഷ്ട്രയിൽ റെയ്ഡ് ചെയ്തു. റെയ്ഡ് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഈ കേസുള്ള മാസ്റ്റർ മൈൻഡ് സൂരജ് പവാർ ചിത്തോർഗഡ് രാജസ്ഥാൻ സ്വദേശിയാണ്. ആളും ആളുടെ 2 സഹായികൾ നമ്മൾ ഇതുവരെ 3 പേരെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഏകദേശം 30 പവനോട് സ്വർണം നമ്മൾ റിക്കവർ ആക്കിയിട്ടുണ്ട്. അതിൻ്റെ കൂടെ തന്നെ ബാങ്ക് അക്കൗണ്ടിൽ കുറച്ച് പൈസവും ബാക്കി ഇവർ വിൽക്കാൻ വേണ്ടി കൊടുത്ത കുറച്ച് സ്വർണവും അതിൻ്റെ ഇൻഫർമേഷൻ നമ്മുടെ കയ്യിലുണ്ട്. ഏകദേശം 40 പവനോളം സ്വർണവും ഒരു 2 ലക്ഷം രൂപ പൈസവും വി ആർ ഏബിൾ ടു റിക്കവർ. ഷവാസ് അഹമ്മദുണ്ട് വിവരങ്ങൾ നൽകാൻ. ഷവാസ്, ഈ തിരുട്ട് ഗ്രാമം കള്ളന്മാരുടെ സ്വന്തം ഗ്രാമമാണ്. അപ്പോൾ അവിടെ കയറി കള്ളരെ പൂട്ടുക എന്ന് പറഞ്ഞാൽ അത് ചില്ലറ കാര്യമല്ല. കേരള പോലീസിന് ആദ്യം വലിയൊരു ബിഗ് സല്യൂട്ട്, ഒരു അഭിനന്ദനം തന്നെ നൽകണം. അപ്പോൾ കല്യാണം നടക്കാൻ വേണ്ടി ഒരു മോഷണം, ഏറ്റവും മികച്ച മോഷ്ടാവിന് എത്രയും വേഗം കല്യാണം നടക്കും. ഇത്തരത്തിലുള്ള അന്ധവിശ്വാസമൊക്കെയായി നടക്കുന്ന കള്ളന്മാരാണ്. അപ്പോൾ ഈ ഒരു കവർച്ചയിൽ ഇപ്പോൾ നമ്മുടെ തൃശ്ശൂരിൽ മാത്രമായിരിക്കില്ല ഇവർ കവർച്ച നടത്തിയിട്ടുണ്ടാവുക. കേരളത്തിലും തമിഴ്നാട്ടിലും മറ്റ് സംസ്ഥാനങ്ങളിലുമൊക്കെ നിരവധി കവർച്ചകൾ ഈ സംഘം നടത്തിയിട്ടുണ്ടാവാം. എന്താണ് ഇവരെക്കുറിച്ച് ലഭിക്കുന്ന കൂടുതൽ വിവരങ്ങൾ ഷബാസ്? ഷിയാസ്, കഴിഞ്ഞ മാസമാണ് തൃശൂർ മണ്ണുത്തിയിൽ പോലീസിനെയും നാട്ടുകാരെയും ഒരുപോലെ ഞെട്ടിച്ച വലിയൊരു കവർച്ച നടക്കുന്നത്. മണ്ണുത്തി സ്വദേശിയായ സോമനാഥന്റെ വീട്ടിലാണ് മോഷ്ടാക്കൾ എത്തിക്കൊണ്ട് ഇയാളെ മർദ്ദിച്ച് ബന്ദിയാക്കി 47 പവൻ സ്വർണ്ണാഭരണങ്ങളും ഒപ്പം പണവും മോഷ്ടിച്ചു കൊണ്ടുപോയത്. മണ്ണുത്തിയിലെ ഈ വീട്ടിലെത്തിക്കൊണ്ട് ഈ വീടിന്റെ വാതിൽ തകർത്തുകൊണ്ടായിരുന്നു മോഷ്ടാക്കൾ അകത്തു കയറിയത്. ഈ കേസിൽ 2ഉം 3ഉം പ്രതികളെ കഴിഞ്ഞ ദിവസം പോലീസ് രാജസ്ഥാനിൽ നിന്നും മഹാരാഷ്ട്രയിൽ നിന്നും പിടികൂടിയിരുന്നു. തമിഴ് സിനിമയായ തീരനെ അനുസ്മരിപ്പിക്കും വിധമുള്ളൊരു മോഷണമാണ് ഈ മണ്ണുത്തിയിൽ നടന്നിരിക്കുന്നത്. ഈ മോഷണത്തിന്റെ മുഖ്യ സൂത്രധാരനായ ഒരാളെയാണ് പോലീസ് ഇപ്പോൾ പിടികൂടിയിരിക്കുന്നത്. സൂരജ് പവാർ എന്ന മധ്യപ്രദേശ് സ്വദേശിയാണ് ഇപ്പോൾ പിടിയിലായിരിക്കുന്നത്. ഇയാൾ രാജസ്ഥാനിലെ ഒരു തിരുട്ട് ഗ്രാമത്തിൽ ഒളിവിൽ കഴിയുകയായിരുന്നു. ഈ തിരുട്ട് ഗ്രാമത്തിലെത്തിയ പോലീസ് സംഘം ഇയാളെ 2 ദിവസത്തിലധികം നിരീക്ഷിച്ച ശേഷമാണ് ഇയാളെ വലയിലാക്കുന്നത്. അതിസാഹസികമായിരുന്നു പോലീസ് ഇയാളെ തിരുട്ട് ഗ്രാമത്തിൽ നിന്ന് കസ്റ്റഡിയിലെടുക്കുന്നത്. ഈ സൂരജ് പവാർ എന്ന വ്യക്തി ജനിച്ചത് മധ്യപ്രദേശിലെ ഒരു ഗ്രാമത്തിലാണ്. ഈ മധ്യപ്രദേശിലെ ഈ ഗ്രാമത്തിലുള്ള ഈ പ്രത്യേക ഗോത്രവർഗ്ഗക്കാർക്ക് മോഷണം തന്നെയാണ് പ്രത്യേക തൊഴിൽ, അവരുടെ തൊഴിൽ എന്ന് തന്നെയാണ് പോലീസ് പറയുന്നത്. ഏറ്റവും നന്നായി മോഷ്ടിക്കുന്നയാൾക്ക് എളുപ്പത്തിൽ കല്യാണം നടക്കും എന്നൊരു വിശ്വാസം കൂടി ഇവർക്കിടയിലുണ്ട്. അത്തരത്തിലാണ് ഇവരും ഈ മോഷണം നടത്തിയത് എന്നാണ് പോലീസ് പറയുന്നത്. വലിയൊരു ഹൈവേ മോഷണ സംഘമാണ് പിടിയിലായിരിക്കുന്നത്. ഇവർ തുടർച്ചയായി ഇത്തരത്തിൽ പലതവണ ഹൈവേകൾ കേന്ദ്രീകരിച്ച് കവർച്ച നടത്തിയിട്ടുണ്ട്. ഇവർ സ്ഥിരമായി ഇത്തരത്തിൽ ട്രക്കുകളിൽ സഞ്ചരിക്കും. കറങ്ങാൻ എന്ന പേരിലാണ് സഞ്ചരിക്കുക. അതിൽ ഏറ്റവും അനുയോജ്യമായ സ്ഥലവും വീടും കണ്ടെത്തിയാണ് ഇവർ മോഷണം നടത്താറുള്ളത്. ഏറ്റവും വേഗം തുറക്കാൻ കഴിയുന്നൊരു വാതിൽ കണ്ടെത്തും. ഒപ്പം ഏറ്റവും ശ്രദ്ധ കുറവുള്ള വീടുകൾ, ആളുകളാരും അധികമില്ല എന്ന് തോന്നിപ്പിക്കുന്ന വീടുകൾ കണ്ടെത്തും. അങ്ങനെ ആളുകളെ അടക്കം ആക്രമിച്ച് കൊണ്ട് കവർച്ചയടക്കം ഇവർ നടത്തിയിട്ടുണ്ട് എന്നാണ് പോലീസ് പറയുന്നത്. ഇവർ മണ്ണുത്തിയിൽ നിന്നും കവർന്നെടുത്ത 47 പവൻ സ്വർണത്തിൽ നിന്ന് 26 പവനാണ് ഇപ്പോൾ ഈ പിടിയിലായ സൂരജ് പവാറിൽ നിന്ന് കണ്ടെടുത്തിരിക്കുന്നത്. ഇവർ ഹരിയാനയിൽ നിന്ന് ലോഡുമായി കൊച്ചിയിലേക്ക് പോവുകയും അവിടെ നിന്ന് തിരിച്ചു വരുന്ന വഴിയാണ് മണ്ണുത്തിയിൽ ഈ കവർച്ച നടത്തുകയും ചെയ്തത്. മണ്ണുത്തിയിലെ ഈ വീട്ടിന്റെ പുറകുവശത്തെ വാതിൽ തകർത്തുകൊണ്ടാണ് അകത്ത് കയറിയത്. അങ്ങനെ മണ്ണുത്തിയിൽ എത്തിക്കൊണ്ട് ഏറ്റവും അനുയോജ്യമായ സ്ഥലവും വീടും കണ്ടെത്തിക്കൊണ്ടാണ് ഇവർ മോഷണം നടത്തുന്നത്. ഇവർ സ്ഥിരമായി ഇത്തരത്തിൽ നിരവധി മോഷണങ്ങൾ കേരളത്തിന്റെ പുറത്ത് വിവിധ ഭാഗങ്ങളിൽ നടത്തിയിട്ടുണ്ട്. എന്തായാലും ഒരു രാജ്യാന്തര കവർച്ചാ സംഘം, ഹൈവേ കവർച്ചാ സംഘം തന്നെയാണ് പോലീസിന്റെ പിടിയിലായിരിക്കുന്നത്. ഇവർക്കെതിരെ നിരവധി കേസുകൾ ഇന്ത്യയുടെ പല ഭാഗങ്ങളിൽ ഉണ്ട് എന്നാണ് പോലീസ് പറയുന്നത്. വളരെ സംഭവബഹലമായ ഒരു അന്വേഷണത്തിനൊടുവിലാണ് ഈ ഹൈവേ കവർച്ചാ സംഘത്തെ പോലീസ് പിടികൂടിയിരിക്കുന്നത്. ഈ കേസുമായി ബന്ധപ്പെട്ട് 2 പേർ കൂടിയാണ് ഇനി പിടിയിലാകാനുള്ളത്. ശരി, അവരും എത്രയും വേഗം തന്നെ പിടിയിലാവും ഷബാസ്. കാരണം കേരള പോലീസ് ആ സംഘത്തിന് പിന്നാലെ തന്നെയുണ്ട്. മോഷ്ടാക്കൾ മാത്രം തിങ്ങി താമസിക്കുന്ന, മോഷണം ഒരു തൊഴിലായി കൊണ്ടു നടക്കുന്ന തിരുട്ട് ഗ്രാമം, അതിൽ തന്നെ ഒരു പ്രത്യേക ഗോത്രവിഭാഗം, ഏറ്റവും മികച്ച മോഷ്ടാവിന് എത്രയും വേഗം കല്യാണം നടക്കുമെന്നുള്ള അന്ധവിശ്വാസം. പക്ഷേ ഇവരെല്ലാം കണ്ടുപിടിക്കാൻ കേരള പോലീസിന് ചുരുക്കം ദിവസം മാത്രമേ വേണ്ടി വന്നുള്ളൂ. ഒരു ബിഗ് സല്യൂട്ട് നൽകുകയാണ് വീണ്ടും